ഡക്കാൻ യാത്രയുടെ മൂന്നാമത്തെ ദിവസം പാർട്ട് 2 വീഡിയോ ആണിത്. മെയ് മാസം ആയതിനാൽ ചൂട് അതിൻ്റെ പീക്ക് ലെവലിലാണ്. കയ്യിലൊരു കുടയും കുടിക്കാൻ വെള്ളവുമായിട്ടാണ് നടക്കുന്നത്. 10 രൂപയുടെ ചെറിയ കുപ്പിവെള്ളമാണ് ഏക ആശ്വാസം ഈ ചൂടത്ത്. അങ്ങനെ ഗുൽബർഗയിലെ മറ്റുള്ള കാഴ്ചകളെല്ലാം കണ്ട ശേഷം ലിംറ ഹോട്ടലിൽ കയറി ഉച്ചഭക്ഷണമായും തഹാരി തന്നെ കഴിച്ചു. നല്ലതായിരുന്നു ഈ ഹോട്ടലിലെ തഹാരി. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വീണ്ടും ബാബ ബന്ദേ നവാസ് ദർഗയുടെ അകത്തേക്ക്. അവിടുത്തെ കാഴ്ചകൾ കണ്ട് അങ്ങനെ നടന്നു. ദർഗയുടെ പിറകിലെ ഗേറ്റിൻ്റെ അവിടെ ഫക്കീറന്മാരുടെയും ദം മലങ്കുകാരുടെയും സംഘത്തിലേക്ക് പുതിയ ആളെ എടുക്കുന്ന ചടങ്ങ് നടക്കുകയായിരുന്നു. വ്യത്യസ്തമായ ചടങ്ങായിരുന്നു അത്. ശരിക്കും എല്ലാ ഉത്സവങ്ങളും ഉറൂസുകളുമെല്ലാം മതാചാരങ്ങൾക്കപ്പുറം കാഴ്ചകളുടെ വസന്തം കൂടെയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ചടങ്ങുകൾക്ക് ശേഷം അവിടെ വെച്ച് തന്നെ കവാലി നടന്നു. തലേ ദിവസം രാത്രിയിൽ ദർഗയുടെ ഉള്ളിൽ നടന്ന കവാലി കേൾക്കാൻ അവസരം കിട്ടിയപ്പോൾ കാണാൻ അവസരം ലഭിച്ചിരുന്നില്ല. ഇതാണെങ്കിൽ കാണാനും കേൾക്കാനും അവസരം ലഭിച്ചു. വൈകുന്നേര ചായയായിട്ടും ദർഗയുടെ 3-ാം ഗേറ്റിൻ്റെ അവിടെ നിന്നും മറ്റൊരു ഹോട്ടലിൽ നിന്നും തഹാരിയും ചായയും കഴിച്ചു. എന്തോ തഹാരിയോടൊരു ഇഷ്ടം കൂടിക്കൂടി വരുന്നത് പോലെ. ഇപ്പോഴത്തെ ദർഗയിലെ തങ്ങൾ വരുമ്പോൾ ഫക്കീറന്മാരാണ് തങ്ങൾക്ക് അകമ്പടിയായിട്ട് വരുന്നത്. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം രാത്രി ഭക്ഷണം കഴിക്കാൻ ദർഗയിൽ നിന്നും വീണ്ടും ഇറങ്ങി. ആദ്യം കുറച്ച് മട്ടൻ ഹലീസ കഴിച്ചു. മട്ടനും ഗോതമ്പും ചേർത്തുണ്ടാക്കുന്ന ഒരു വിഭവമാണിത്. സംഭവം കൊള്ളാം. പിന്നെ അടുത്ത് തന്നെയുള്ള കബാബ് കടയിൽ നിന്നും ബീഫ് കബാബ് അകത്താക്കി. അതും കഴിക്കാൻ നല്ല രുചിയുണ്ടായിരുന്നു. സംഭവം ഇതും കൊള്ളാം. പിന്നെ ഇശാ നമസ്കാരത്തിന് വേണ്ടി ദർഗയുടെ അകത്തേക്ക് കടന്നു. അതിൽ വെറുതെ നടന്നു. പല ആളുകളും ദർഗയുടെ അകത്ത് തന്നെ കിടന്നുറങ്ങുന്നവരാണ്. വാർഷിക ഉറൂസ് സമയത്ത് വീട്ടിൽ നിന്നും ഭക്ഷണവുമായി എത്തി 1-2 ദിവസം തങ്ങുന്ന കുടുംബങ്ങളാണ് അധികവും. പലർക്കും ഈ സമയത്തെ ഹോട്ടൽ റൂമിൻ്റെ ചിലവ് താങ്ങാനാവാത്തതിനാലാണ് ദർഗയുടെ അകത്ത് തന്നെ ഉറങ്ങുന്നത്. വൈകുന്നേരം തുടങ്ങിയ കവാലി അപ്പോഴും തീർന്നിട്ടില്ല. അവർ ബാബ ബന്ദേ നവാസിനെ പ്രകീർത്തിച്ചുകൊണ്ട് അപ്പോഴും കവാലികൾ ആലപിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സ്പിരിച്വാലിറ്റി വൈബ്. ചില ആളുകൾ പൈസ വിതരണം ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അവസാനം കുറേ നേരത്തെ ദർഗക്കുള്ളിലെ കാഴ്ചകൾക്ക് ശേഷം പുതുതായി എടുത്ത റൂമിൽ പോയി കിടന്നുറങ്ങി. അപ്പോൾ ശുഭരാത്രി എല്ലാവർക്കും.